ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ കലാപരിപാടികളിലേക്ക് കിടക്കാട്ടോ. അപ്പം ഞാൻ എൻ്റെ തട്ടകത്തിലേക്ക് വന്നതും ആദ്യം തന്നെ അരി കഴുകി അങ്ങോട്ട് അടുപ്പത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ദാ ഒരു കുഞ്ഞി പഴുതാര കുഞ്ഞ് അതിനെ പിന്നെ അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചങ്ങ് കിടത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം അരി കഴുകി അടുപ്പത്തേക്ക് അങ്ങോട്ട് ഇടുകയാണ്. ഇപ്പം ഏകദേശം 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തിളപ്പിച്ച് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും വെന്ത് വരും. പിന്നെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വാർത്താൽ മതി കേട്ടോ. കാര്യം സെറ്റ്. അപ്പം അക്കൂട്ടത്തിൽ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. ഫ്രിഡ്ജിലുള്ള ഐറ്റംസിനെയൊക്കെ പുറത്തേക്ക് എടുത്തു. ഇന്നലത്തെ ദോശമാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തികയാത്തത് കൊണ്ട് അല്പം ഗോതമ്പ് പൊടിയായിട്ട് മിക്സ് ചെയ്ത് ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇന്നലെ ഓമനൻ്റിയുടെ വീട്ടിൽ നിന്ന്, ഓമനൻ്റി നമ്മുടെ നെയ്ബറാണ് കേട്ടോ, കുറച്ച് മീൻ തന്നിട്ടുണ്ടായിരുന്നു. ആറ്റുമീൻ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അത് വെട്ടി പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി വറുക്കണം. അതും എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് പിള്ളേർക്ക് ക്യാബേജ് തോരനും മീൻ വറുത്തതുമാണ് കൊടുത്തു വിടുന്നത്. ഏട്ടൻ വന്നത് പിന്നെ എനിക്ക് കിച്ചണിൽ നിൽക്കാൻ സുഖമാണ് കേട്ടോ. ഒന്ന് മിണ്ടി പറയാനും കൈ സഹായത്തിനും ഒപ്പത്തിനൊപ്പം ഏട്ടൻ എനിക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെപ്രാളം പിടിച്ചൊരു പണിയൊന്നും രാവിലെ ഇല്ല കേട്ടോ. ഞാനൊരു പണി ചെയ്യുമ്പം ഏട്ടൻ എനിക്ക് അടുത്ത പണി ചെയ്തു തരും. അങ്ങനെയാണ് ഞങ്ങളിവിടെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അരി തിളച്ച് വന്നപ്പം റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ദോശ ചൂടോട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ചുടുന്ന സമയം കൊണ്ട് ദോശയ്ക്കുള്ള ചമ്മന്തിക്കുള്ള പരിപാടികൾ ഏട്ടൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സൈഡിൽ ഞാൻ ക്യാബേജ് തോരനുള്ളത് റെഡിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലും തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പാലും നമ്മൾ ഓമനാൻറ്റിയോടാണ് വാങ്ങുന്നത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന പാലായതുകൊണ്ട് കൊഴുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അല്പം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരവും കുട്ടികൾക്ക് ചായക്ക് തികയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാലും തിളപ്പിച്ചെടുത്ത് ചമ്മന്തി റെഡിയാക്കി മീനും വറുത്തെടുത്തിട്ടുണ്ട്. ചോറ് വെന്തതിനെ അങ്ങോട്ട് വാർത്തിട്ടുമുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് മക്കൾ 2 ആളും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവർ പിന്നെ ഒരുങ്ങുന്നതും ഒക്കെ തന്നെയാണ് കേട്ടോ. ടൈം ടേബിൾ എടുക്കുന്നത് പിന്നെ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അച്ഛന് സമാധാനമില്ല. അപ്പോൾ ഇന്ന് ടൈം ടേബിൾ എടുക്കാൻ ഇത്തിരി വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടേതായ കാര്യങ്ങളിൽ ഞാൻ അധികം ഇടപെടാറില്ല. അവരുടെ കാര്യങ്ങൾ പറ്റുന്നതൊക്കെ അവർ തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അത് എനിക്ക് നിർബന്ധമാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരാറുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം.